എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനിന്നിവിടെ കാണിക്കുന്നത് ക്യാരറ്റും ഉരുളൻകിഴങ്ങും കൊണ്ടുള്ള ഒരു കറിയാണ്. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ്. ക്യാരറ്റ് കൊണ്ട് തോരനും അവിയൽ സാമ്പാറും ഒക്കെ ഉണ്ടാക്കും. പക്ഷേ ഇങ്ങനൊരു കറി ഉണ്ടാക്കുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിനു വേണ്ടി കുറച്ച് ക്യാരറ്റും വലിയൊരു ഉരുളൻകിഴങ്ങും പിന്നെ 2 പച്ചമുളകും മാത്രം മതി. വേണമെങ്കിൽ ഇഞ്ചി ചേർക്കാം, പക്ഷേ ഞാനിവിടെ ചേർക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ തൊലി ചുരണ്ടി നന്നായിട്ട് കഴുകിയെടുക്കുക. എന്നിട്ട് ഒരല്പം വലിപ്പത്തിലൊക്കെ അരിയാം, കാരണം ഇത് ഉടച്ച് ചേർക്കേണ്ടതാണ്. ഞാനിവിടെ ഇത് കുക്കറിലോട്ട് അരിഞ്ഞിടുകയാണ്. ഇത്രയും വലിപ്പത്തിൽ അരിഞ്ഞിടുന്നു. പച്ചമുളകും എല്ലാം അരിഞ്ഞിട്ടു. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് കുക്കറിൽ വേവിക്കണം. ഇപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങെടുത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് ക്യാരറ്റ് ഒരു തവി വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഞാൻ സ്റ്റീൽ തവിയിട്ട് ആദ്യം നോക്കി, പക്ഷേ അത് ഉടയുന്നില്ല. പിന്നെ ഇവിടെ ഒരു ചിരട്ടത്തവിയുണ്ട്, ആ തവിയിട്ട് ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തു. നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ മാഷറോ എല്ലാം ഉണ്ടെങ്കിൽ അതിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. അതിനുശേഷം പുഴുങ്ങിയ ഉരുളൻകിഴങ്ങ് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഉടച്ചങ്ങ് ഇട്ടാൽ മതി. ഭയങ്കര ചൂടായതുകൊണ്ട് കൈ പൊള്ളുന്നു. പിന്നീട് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയും മതി. ഇവയിട്ട് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കുക. ഗ്രേവി അല്പം കുറുകിയിരിക്കണം. ഞാനിവിടെ ഒരു കഷ്ണം പട്ട ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. സ്റ്റൗ ഓണാക്കി ഈ കറിയൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. തിളച്ചതിന് ശേഷം നമുക്ക് കടുക് വറുത്തിടാം. ചെറിയ ഉള്ളിയും കടുകും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നന്നായിട്ട് കടുക് വറുത്തിടണം. അങ്ങനെ ക്യാരറ്റ് ഉരുളൻകിഴങ്ങ് കറി റെഡിയായി. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അതിൽ ഉപ്പ് ചേർത്ത് കലക്കി വെക്കാം. ഞാനിപ്പോൾ അപ്പം ഉണ്ടാക്കുന്നത് ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഒരു തവി മാവൊഴിച്ച് ചുറ്റിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ നല്ല സോഫ്റ്റ് പാലപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ക്യാരറ്റ് ആകുമ്പം കുട്ടികൾക്കും നല്ലതാണ്. ഇതുണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഒരുപാട് സാധനങ്ങളും വേണ്ട, വളരെ ഈസിയായി ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.